ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ അഗെയിൻ. കണ്ണൂരിൽ നിന്ന് ഒരു വലിയ വാർത്ത. അനധികൃത പണമിടപാട് കേസിൽ കോൺഗ്രസ് നേതാവ് അറസ്റ്റിൽ എന്നൊരു വാർത്ത വരുന്നു. കണ്ണൂർ DCC ജനറൽ സെക്രട്ടറി കല്ലിക്കോടൻ രാഗേഷാണ് അറസ്റ്റിലായിരിക്കുന്നത്. തമിഴ്നാട് പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കെ സുധാകരന്റെ അടുത്ത അനുയായിയാണ് ഈ കല്ലിക്കോടൻ രാഗേഷ്. അർജുൻ കല്യാണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാൺ, ബിഗ് ബ്രേക്കിംഗ് ആണ്. കോൺഗ്രസിന്റെ അവിടുത്തെ ഒരു നേതാവാണ്, മുതിർന്ന നേതാവാണ്. കെ സുധാകരന്റെ അടുത്തയാളാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള പണമാണോ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ വന്നു എന്ന് പറയപ്പെടുന്ന 2.22 കോടി രൂപ അനധികൃത പണമിടപാട് കേസിൽ ഇപ്പോൾ കോൺഗ്രസ് നേതാവ് അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. എന്താണ് കല്ലിക്കോടൻ രാഗേഷിനെതിരെയുള്ള കുറ്റം, അർജുൻ? ഡോക്ടറും തീർച്ചയായിട്ടും അനധികൃതമായിട്ടുള്ള പണം കല്ലിക്കോടൻ രാഗേഷ് പ്രസിഡന്റായിരിക്കുന്ന ഒരു ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് തുടർച്ചയായി പല തവണയായി എത്തി എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഓപ്പറേഷൻ സി ഹണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിൽ കേരള പോലീസും സമാനമായ രീതിയിലുള്ള അന്വേഷണം ഈ ബാങ്കിനെതിരെ നടത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട് പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന വിഭാഗം കേരളത്തിലേക്ക് എത്തുകയും കണ്ണൂർ ടൗൺ പോലീസിന്റെ സഹായത്തോടുകൂടി ഈ ബാങ്കിലേക്ക് എത്തി പരിശോധന നടത്തുകയും ചെയ്തത്. ആ ഘട്ടത്തിൽ ഈ ബാങ്കിന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകളും ബാക്കിയുള്ള രേഖകളും ഒക്കെ പരിശോധിക്കുന്നതിനിടയിലാണ് 2.22 കോടി രൂപ ഈ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയതായി കണ്ടെത്തിയിരിക്കുന്നത്. ഈ പണം വന്ന സമയവും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ തുടർച്ചയായ രീതിയിൽ, അതായത് പല തവണകളായി ഇത്തരത്തിൽ പണം ഈ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയത് എന്നുള്ള കാര്യം കൂടി കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും കല്ലിക്കോടൻ രാഗേഷിനെയും ഈ ബാങ്കിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ജിതേഷിനെയും ഉൾപ്പെടെ ഇപ്പോൾ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ മെഡിക്കൽ പരിശോധനയൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി ഉടൻ തന്നെ ട്രാൻസിറ്റ് വാറന്റ് കൈക്കലാക്കിയതിനു ശേഷം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. 11 മണിക്ക് കോടതിയിൽ ഹാജരാക്കാൻ ഇവരെ കൊണ്ടുവരും എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. കാരണം ഒരു കേസിന്റെ ഭാഗമായി ഇവിടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണമെന്നുള്ള ഒരു നിയമവ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കണ്ണൂരിലുള്ള കോടതിയിൽ ഹാജരാക്കി ഇവിടെ നിന്നും ട്രാൻസിറ്റ് വാറന്റ് വാങ്ങിയതിനു ശേഷമായിരിക്കും തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനമായി കണ്ണൂരിലെ ഒരു DCC ജനറൽ സെക്രട്ടറി കൂടിയാണ് ഈ കല്ലിക്കോടൻ രാഗേഷ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് ഭാരവാഹിയായ അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിട്ടുള്ള ബാങ്കിലേക്ക് എന്താണ് ഇത്രയും വലിയ രീതിയിലുള്ള ഒരു പണം എത്താനുള്ള കാരണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പണം എത്തിയത് എന്നുള്ള കാര്യത്തിലൊക്കെ വിശദമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കേണ്ടി വരും. കെ സുധാകരന്റെ അടുത്ത അനുയായിയാണ്. കണ്ണൂർ നഗരത്തിൽ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. DCC കേന്ദ്രീകരിച്ച് നിരന്തരം അല്ലെങ്കിൽ എല്ലാ ദിവസവും എത്തുന്ന ഒരു നേതാവ് കൂടിയാണ്. കോൺഗ്രസ് നേതാക്കളുമായൊക്കെ വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ് ഈ കല്ലിക്കോടൻ രാഗേഷ്. അപ്പോൾ ഇത്രയും വലിയ സംഖ്യ 2 കോടി എന്നൊക്കെ പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയം ഒന്നുകൂടി കാണുമ്പോൾ സ്വാഭാവികമായും അതിനകത്ത് ഒരുപാട് ദുരൂഹതകളും സംശയവും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ അന്വേഷണത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ പറയുന്നത് പോലെ തമിഴ്നാട് പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണങ്ങൾ അന്വേഷിക്കുന്ന വിഭാഗം ഇന്നലെ കണ്ണൂരിലേക്ക് എത്തിയിരുന്നു. ഇന്നലെ രാത്രിയിലും ഈ കല്ലിക്കോടൻ രാഗേഷിനെ ചോദ്യം ചെയ്യുകയും മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അല്പസമയം മുമ്പാണ് കല്ലിക്കോടൻ രാഗേഷിനെ മെഡിക്കൽ ഇതെന്താണ് തമിഴ്നാട് പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്യാനുള്ള കാരണം, അർജുൻ കല്യാൺ? ഡോക്ടർ, അതായത് ഈ സൈബർ തട്ടിപ്പ് സംഘങ്ങളുടെ പണമാണ് ഇത്തരത്തിൽ ഈ ബാങ്കിലേക്ക് വന്നത് എന്നുള്ളതാണ് കണ്ടെത്തുന്നത്. അതായത് സാധാരണ രീതിയിൽ ഈ നേരത്തെയൊക്കെ ഈ വിദേശ ഫണ്ടിങ് ഉൾപ്പെടെ അല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള ഫണ്ട് ഉൾപ്പെടെ ഈ നമ്മുടെ നാട്ടിലൊക്കെ ഹുണ്ടിപ്പണം എന്ന് പറയാൻ വേണ്ടി കഴിയും. അങ്ങനെ ആ വഴിയിലുള്ള ഒരു കള്ളപ്പണം വെളുപ്പിക്കൽ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഈ സമീപകാലങ്ങളിലായി വ്യാപകമായി ഈ സൈബർ രംഗങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഈ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഇടപാടുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു പണമാണ് ഈ ബാങ്കിലേക്ക് എത്തിയത് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തമിഴ്നാട് പോലീസിന് ഈ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതി ലഭിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണത്തിനിടയിലാണ് ഇത്തരം ഒരു അന്വേഷണം ഈ പറയുന്ന ബാങ്കിലേക്ക് കൂടി എത്തുന്നത്. നേരത്തെ തന്നെ, അതായത് കേരള പോലീസ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപായി ഈ തരത്തിലുള്ള സി ഹണ്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പരിശോധനയൊക്കെ നടത്തിയിരുന്നു. ആ ഘട്ടത്തിലും ചില ക്രമക്കേടുകൾ ഈ ബാങ്കിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അനധികൃതമായ ഫണ്ട് ഈ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തിയിരുന്നു. അതിന് പുറമെ ഇപ്പോൾ തമിഴ്നാട് പോലീസിൻ്റെ ഭാഗമായി ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട് പോലീസ് കേരളത്തിലേക്ക് എത്തുകയും കണ്ണൂർ ടൗൺ പോലീസിൻ്റെ സഹായത്തോടു കൂടി അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്തത്. അങ്ങനെയാണ് ഇതിനകത്ത് കുറച്ചുകൂടി വ്യാപ്തിയുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി
വലിയ സംഖ്യയിലേക്ക് ഈ പറയുന്ന അന്വേഷണം എത്തുന്നത് 2 കോടി രൂപ ഇപ്പോൾ തന്നെ ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ ഈ ബാങ്കിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ പറയുന്ന തമിഴ്നാട് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും വിശദമായ രീതിയിലുള്ള അന്വേഷണ പരിശോധന അതൊക്കെ നടത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ കൂടുതൽ വലിയ സംഖ്യ ഇതിന്റെ ഭാഗമായി അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് പോകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡോക്ടർ കെ സുധാകരന്റെ അനുയായിയാണ് ഈ കല്ലിക്കോടൻ രാകേഷ്. ഒപ്പം DCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. കണ്ണൂർ DCC ജനറൽ സെക്രട്ടറിയായ കല്ലിക്കോടൻ രാകേഷിനെയാണ് തമിഴ്നാട് പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ഇന്നലെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2,20,00,000 രൂപ അനധികൃതമായി കല്ലിക്കോടൻ രാകേഷിന്റെ സഹകരണ ബാങ്കിലെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് തദ്ദേശ തിരഞ്ഞെടുപ്പ് സമയത്ത് കൊണ്ടുവന്ന കള്ളപ്പണമാണ് എന്നുള്ളതാണ് തമിഴ്നാട് പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണം നടത്തുന്ന ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ കണ്ണൂർ DCC ജനറൽ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്.